സംന്യാസാശ്രമധർമ്മവിധാത്രീം ബ്രഹ്മജ്ഞാനസുധാരസദാത്രീം സദ്ഗുരുരൂപധരാം സർവജ്ഞാം അമൃതാനന്ദമയീം പ്രണമാമി. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ജയ ജയ ശങ്കര ഹര ഹര ശങ്കര, ജയ ജയ ശങ്കര ഹര ഹര ശങ്കര, ജയ ജയ ശങ്കര ഹര ഹര ശങ്കര, ജയ ജയ ശങ്കര ഹര ഹര ശങ്കര. നമസ്കാരം സുഹൃത്തുക്കളെ. ഓരോരുത്തരും ഫലപ്രദമായ നല്ല രീതിയിൽ ഈശ്വരവിശ്വാസത്തോടെ ഈശ്വരചിന്തയോടെ വേണം ജപിക്കുക, എഴുതുക, വായിക്കുക, പഠിക്കുക, പാടുക, നൃത്തം ചെയ്യുക, അങ്ങനെ എല്ലാ കാര്യത്തിലും ഈശ്വരചിന്തയോടെ ഒരു നല്ല ഉറപ്പോടെ ജീവിക്കാൻ ശ്രമിക്കണം. ഞാൻ പറഞ്ഞ മാതൃകയിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വയറ് ശുദ്ധമാക്കിയ ശേഷം വജ്രാസനത്തിലിരിക്കുക, അത് കഴിഞ്ഞ് വയറ് ശുദ്ധമാക്കുക, അതിനുശേഷം നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു കട്ടൻ ചായയും അതിൽ ഈ ഗ്രാമ്പൂ ഇട്ടിട്ടുള്ള മിശ്രിതം ഉണ്ടല്ലോ അത് കുടിക്കുക. അതിനുശേഷം എന്തെങ്കിലും എക്സസൈസൊക്കെ ചെയ്യാണ്ട് ചെയ്യുക. കുളി കഴിയുക. കുളി എങ്ങനെ കഴിയണം? വാരുണ സ്നാനം, ഭഗവാൻ അഭിഷേകം ചെയ്യുന്നത് പോലെ കുളിക്കണം. ആദ്യം പാദം നനയ്ക്കണം. അതിനുശേഷം കയ്യിൽ ജലമെടുത്തിട്ട് ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു എന്ന് പറഞ്ഞുകൊണ്ട് നന്നായിട്ട് നമ്മുടെ സപ്തനദികളെയും പ്രാർത്ഥിച്ചുകൊണ്ട് വേണം കുളിക്കാൻ. കാരണം നമുക്കറിയാം നമ്മുടെ ഭാരതീയ ജീവിതം എന്ന് പറയുന്നത് ഈ നദികളോടും പർവ്വതങ്ങളോടും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ജീവിതമാണ്. ഈ നദികളെയൊക്കെ ചൂഷണം ചെയ്യുക, പർവ്വതം തുരക്കുക, എவ்விധവും കോറികളിലൂടെ പണം സമ്പാദിക്കുക, റബ്ബർ വെച്ച് പിടിപ്പിച്ചിട്ടാണെങ്കിലും പണക്കാര, ഒരു തലമുറയെപ്പറ്റി മാത്രം ചിന്തിക്കുന്നവർക്ക് അത് ധാരാളം മതി. അതേസമയത്ത് ഹിന്ദുക്കൾ അങ്ങനെ ഒരിക്കലും ആവാൻ പാടില്ല. ഹിന്ദുക്കളെ സംബന്ധിച്ച് വരും തലമുറയ്ക്ക് കൂടെ കരുതി വയ്ക്കേണ്ടതാണ് ഭൂമി. അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ സൗത്ത് അമേരിക്കയിലെ റെഡ് ഇന്ത്യൻസിൻ്റെ ഇടയിൽ ഒരു ചൊല്ലുണ്ടത്രേ. അമ്മ സത്സംഗത്തിൽ പറയാറുണ്ടത്. അതായത് റെഡ് ഇന്ത്യൻസ് പറയുന്നത് എങ്ങനെയാണ്, നമ്മളുടെ പൂർവികർ നമുക്ക് തന്നിട്ട് പോയതല്ല ഭൂമി, ഭാവി തലമുറയിൽ നിന്ന് കടമെടുത്തതാണ്. നമ്മൾ ഈ ഓവർ ഡ്രാഫ്റ്റ് എടുക്കുന്ന പോലെ ഭാവിയിൽ വരാനിരിക്കുന്ന തലമുറയുടെ കയ്യിൽ നിന്ന് ജീവിക്കാൻ വേണ്ടി കടമെടുത്തതാണ് ഈ ഭൂമി. നമ്മുടെയൊക്കെ ധാരണ എന്താണ്? പൂർവികർ നമുക്ക് തന്ന സ്വത്ത്, പൂർവികർ നമുക്ക് തന്ന ഭൂമി എന്നാണ്. അതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ പൂർവികർ തന്ന ഭൂമി നമ്മൾ വളരെ നശിപ്പിച്ച് കളയാനാണ് സാധ്യത, ഭാവിയിലേക്ക് ഒന്നും വയ്ക്കാതെ. അങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ത്യൻസിൻ്റെ ഇടയിലുള്ള ഈ ചൊല്ലിൻ്റെ അർത്ഥം എപ്പോഴും ജീവിക്കുമ്പോൾ വരും തലമുറയുടേതാണിത് എന്ന ബോധത്തോടു കൂടി, അവരിൽ നിന്ന് കടം വാങ്ങിയതാണെന്ന ബോധത്തോടെ ജീവിക്കണം എന്നാണ്. അങ്ങനെ ജീവിച്ചാലുള്ള ഗുണം, ഈ വരും തലമുറയിലേക്ക് വേണ്ടി നമ്മൾ കരുതലുകൾ വയ്ക്കും, വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കും, നദികൾ നശിപ്പിക്കില്ല, പർവ്വതങ്ങൾ തുറക്കില്ല. നമ്മൾ കുറേയൊക്കെ നമ്മുടെ ജീവിതം ഒന്ന് മിതപ്പെടുത്തി ജീവിക്കാൻ തയ്യാറാവും. അങ്ങനെ ഒരു മിതപ്പെടുത്തി ജീവിക്കുമ്പോഴാണ് ഭാവി തലമുറയ്ക്ക് കൂടെ നമ്മൾ വളരെ നല്ല രീതിയിൽ ഈ ഭൂമിയെ കൈമാറാൻ സാധിക്കുക എന്നോർക്കണം. അത് ആമുഖമായി പറഞ്ഞുകൊള്ളട്ടെ. ഈ വാരുണ സ്നാനം, അത് കഴിഞ്ഞാൽ ആഗ്നേയ സ്നാനം, അതായത് അഗ്നി കൊണ്ടുള്ള കുളി എന്ന് പറയുന്നത് ഭസ്മസ്നാനത്തെയാണ്. ഭസ്മസ്നാനത്തിന് ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ നീര് വലിക്കാൻ ഭസ്മത്തിന് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ഒരു പിടി ഭസ്മത്തിൽ എത്ര ജലം കൊള്ളുന്നറിയാമോ? എത്ര ജലത്തെ അത് ആഗിരണം ചെയ്യുന്നറിയാമോ? അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഉച്ചിയിൽ, നെറ്റിയിൽ, കഴുത്തിൽ, തോളുകളിൽ, തോളുകളിൽ, സന്ധികളിലൊക്കെ ഭസ്മം രാവിലെ തന്നെ കുളി കഴിഞ്ഞ് ധരിക്കുമ്പോൾ ഏതെല്ലാം തരത്തിലുള്ള നീരും വിഷമങ്ങളും ഒക്കെ ശരീരത്തിൽ, ജലദോഷാദി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വലിഞ്ഞോളും. നന്നായി ഭസ്മം ധരിക്കുക എന്നുള്ളത് ഹിന്ദുവിന് കർത്തവ്യമാണ്. അതാണ് ആഗ്നേയ സ്നാനം, അഗ്നി കൊണ്ടുള്ള കുളി എന്ന് പറയുന്നത്. ഭസ്മത്തിന് രക്ഷ എന്നൊരു പേരുണ്ട്. രക്ഷ കുഴയ്ക്കുക, നമ്മൾ ഭസ്മം എടുത്ത് കുഴയ്ക്കുന്നതിന് രക്ഷ കുഴയ്ക്കുക എന്ന് പറയും. അപ്പം രാവിലെ സമയത്ത്, അതായത് സൂര്യോദയത്തിന് മുമ്പ് ഭസ്മം ധരിക്കുമ്പോൾ അത് നനച്ചിട്ട് വേണം ധരിക്കാൻ. സന്ധ്യയ്ക്ക് ധരിക്കുമ്പോൾ ഭസ്മം നനയ്ക്കാതെ ധരിക്കണം.
രാവിലെ ധരിക്കുമ്പോൾ നനച്ചിട്ട് വേണം, ഭസ്മം കുഴച്ചിട്ട് വേണം ധരിക്കാൻ. സന്ധ്യയ്ക്ക് ധരിക്കുന്ന സമയത്ത് ഭസ്മം നനയ്ക്കാതെ വേണം ധരിക്കാൻ. ചെറിയൊരു നിയമം എന്ന് അത്രയേ ഉള്ളൂ. അത് വലിയ കാര്യമാണോ എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്? പണ്ടൊരു കഥ പറയും. ഒരു രാജാവ് ശില്പിയോട് പറഞ്ഞു, അത് അയാളുടെ ഭാര്യ, രാജാവിൻ്റെ പത്നി രാജ്ഞി മരിച്ചുപോയ സമയത്ത് രാജാവിന് ദുഃഖം താങ്ങാൻ വയ്യ. അപ്പോൾ രാജാവ് നാട്ടിലെ ശില്പികളോടൊരു വെല്ലുവിളി നടത്തി. മഹാറാണിയെപ്പോലെ തന്നെ തോന്നിക്കുന്ന, കണ്ടാൽ മഹാറാണിയുടെ ഉടലാണെന്ന് സംശയമില്ലാതെ തോന്നുന്ന ഒരു ശില്പം ഉണ്ടാക്കണം. 30 ദിവസം സമയം തരും. 30 ദിവസം കൊണ്ട് ഈ ശില്പം ഉണ്ടാക്കി കഴിയണം. 30 ദിവസത്തിന് ശേഷം രാജാവ് 31ാമത്തെ ദിവസം കാണാൻ വരുമ്പോൾ ഈ ശില്പം കണ്ട് തൃപ്തിപ്പെട്ടാൽ, റാണിയെപ്പോലെ തന്നെ തോന്നിച്ചാൽ ശില്പിക്ക് വലിയ സമ്മാനങ്ങളാണ് കൊടുക്കുക. അങ്ങനെ പലരും വന്നെങ്കിലും ഏറ്റവും പ്രഗത്ഭനായൊരു ശില്പി വന്ന് കരാർ ഏറ്റെടുത്തു. ശില്പി അദ്ദേഹത്തിൻ്റെ ജോലി തുടങ്ങി. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ രാജാവ് പറഞ്ഞത്, രാജാവിനോട് ശില്പി ഒരു കണ്ടീഷൻ അങ്ങോട്ട് വെച്ചു. 30 ദിവസം എന്ന് പറഞ്ഞാൽ 30 ദിവസമാണ്. 30 ദിവസവും ഞാൻ ജോലി ചെയ്യും. 31ാമത്തെ ദിവസമേ തിരുമേനി അങ്ങുന്ന് പോലും, തമ്പുരാൻ പോലും വന്ന് ദർശിക്കാൻ പാടുള്ളൂ. അല്ലാതെ 29ാമത്തെ ദിവസമോ 28ാമത്തെ ദിവസമോ വന്നിട്ട് നോക്കാൻ പാടില്ല. 31ാമത്തെ ദിവസം മാത്രമേ രാജാവാണെങ്കിലും വന്നിട്ട് ശില്പം കാണാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. രാജാവ് അത് അഗ്രി ചെയ്തു, അത് സമ്മതിച്ചു. പണി തുടങ്ങി. ആളൊരു വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള, ആർക്കും പ്രവേശനമില്ലാത്ത, വളരെ മറച്ചു കെട്ടിയിട്ടുള്ള ഒരു സ്ഥലത്തിരുന്നിട്ട് ശില്പം ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ 28 ദിവസം, 29 ദിവസം, 30ാമത്തെ ദിവസം രാജാവിന് ഇരിക്കപ്പുറതിയില്ല. രാജാവിനെ ഇങ്ങനെ ഇത് കാണാതെ ഒരു ആകാംക്ഷ കൊണ്ടും രാജാവിന് ഇരിക്കാൻ വയ്യ. രാജാവ് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടാൽ മതി എന്ന് വിചാരിച്ചിട്ട് 30ാമത്തെ ദിവസം രാത്രിയിൽ ശില്പി എവിടെയാണോ ശില്പിയെ താമസിപ്പിച്ചിരിക്കുന്നത് അവിടേക്ക് പോയിട്ട് രാത്രി കതകൽ മുട്ടിയപ്പോൾ ശില്പി വളരെ ശില്പം ഉണ്ടാക്കി കഴിഞ്ഞു, പക്ഷെ ചെറിയ മിനുക്ക് പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് രാജാവ് മുട്ടിയിട്ട് പറഞ്ഞു, ഞാൻ രാജാവാണ്. അപ്പോൾ ശില്പി ചോദിച്ചു, എന്താണ് ആവശ്യം എന്ന് ചോദിച്ചു. അല്ല, എനിക്ക് ഒന്നും തോന്നരുത്, എനിക്ക് എൻ്റെ ഭാര്യ മരിച്ചതാണെന്നറിയാമല്ലോ, ആ ദുഃഖം എനിക്കുണ്ടെന്നറിയാമല്ലോ. ഇന്ന് 30ാമത്തെ ദിവസമാണ്, നാളെ പുലർച്ചെ എനിക്ക് കാണാൻ അനുവാദമുണ്ട്, നാളെ 31ാമത്തെ ദിവസമാണ്. എനിക്ക് ആ ശില്പം ഒന്ന് കണ്ടാൽ തിരക്കേടില്ല, കാരണം എനിക്ക് ആകാംക്ഷ കൊണ്ട് ഇരിക്കാൻ വയ്യ, എൻ്റെ പത്നിയെ ഒരു ഉടലോടെ കാണുന്ന പോലെയാണല്ലോ അത് എന്ന് പറഞ്ഞപ്പോൾ ശില്പി പറഞ്ഞു, തമ്പുരാൻ ക്ഷമിക്കണം, 31ാമത്തെ ദിവസമേ അങ്ങേക്ക് കാണാൻ അനുവാദമുള്ളൂ, നമ്മളുടെ കരാർ അതാണ്, ഞാൻ എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങയുടെ ജോലി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, അല്ല ഇതിപ്പോൾ 30ാമത്തെ ദിവസം രാത്രിയായില്ലേ, ഇനിയിപ്പോൾ എന്താ ചെയ്യണം, ശില്പം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. പറഞ്ഞു, ശില്പി പറഞ്ഞു, ഞാൻ ശില്പം ഉണ്ടാക്കി, പക്ഷേ ചെറിയ നിസ്സാരമായ ചില മിനുക്കു പണികൾ എനിക്ക് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ രാജാവ് പറയാണ്, അത് നിസ്സാരമായ ചെറിയ കാര്യങ്ങളല്ലേ, അത് കുഴപ്പമില്ല, എന്നാലും എനിക്ക് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ ശില്പി പറഞ്ഞൊരു മറുപടി ഉണ്ട്, അതാണ് നമ്മുടെ പോയിൻ്റ് ഓഫ് ഫോക്കസ്. അതാണ് ശില്പി പറഞ്ഞ മറുപടി. നിസ്സാരമായ ചെറിയ കാര്യങ്ങളാണ് പൂർണ്ണതയുണ്ടാക്കുന്നത്. ചെറിയ കാര്യങ്ങളിലുള്ള ശ്രദ്ധയാണ് പൂർണ്ണതയുണ്ടാക്കുന്നത്. എന്നാൽ പൂർണ്ണത ഒരു ചെറിയ കാര്യമല്ല, പൂർണ്ണത നിസ്സാരമല്ല. ട്രൈഫിൾസ് മേക്ക് പെർഫെക്ഷൻ, പെർഫെക്ഷൻ ഇസ് നോ ട്രൈഫിൾ. ചെറിയ കാര്യങ്ങളാണ് പൂർണ്ണത ഉണ്ടാക്കുന്നത്, പക്ഷെ പൂർണ്ണത എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ കാര്യം, ഭസ്മം ധരിക്കുന്നത്, കുളിക്കുന്നത്, ഊണ് കഴിക്കുന്നത്, ഇരിക്കുന്നത്, നടക്കുന്നത്, ഓരോന്നിലും ശ്രദ്ധ, ചെറിയ കാര്യങ്ങൾ പോലും ഉണ്ടെങ്കിലേ വലിയ കാര്യം ശരിയാവും. നമ്മുടെ വിചാരം വലിയ കാര്യം ആദ്യം പഠിക്കാം എന്നാണ്. അങ്ങനെയല്ല. ഉദാഹരണം പറഞ്ഞാൽ, ആളുകൾ പലരും ഭഗവാൻ ശ്രീ രമണ മഹർഷിയെ വായിക്കും. മഹർഷിയുടെ ഉന്നതമായ ഫിലോസഫി അല്ലെങ്കിൽ ഉന്നതമായ ജീവിതാനുഭവം അത് എടുത്തിട്ട് അങ്ങ് പ്രയോഗിക്കാൻ തുടങ്ങും. എവിടെയും സ്ഥാനത്തും അസ്ഥാനത്തുമൊക്കെ മഹർഷി പറഞ്ഞില്ലേ. പിന്നെ ഞാൻ ആത്മവിചാരം ചെയ്യുകയാണ്. ആത്മവിചാരം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മഹർഷിയുടെ ജീവിതം ഒന്ന് പരിശോധിക്കുക. മഹാത്മാക്കളുടെ ജീവിതം തന്നെയാണ് അവരുടെ സന്ദേശം. മഹർഷിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ രമണ മഹർഷിയുടെ വളരെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മഹർഷിയുടെ ഇപ്പോൾ അവിടെ പോയി കഴിഞ്ഞ് തിരുവണ്ണാമലയിൽ രമണാശ്രമത്തിൽ പോയി കഴിഞ്ഞാൽ മഹർഷിയുടെ നിർവ്വാണ മുറി എന്നൊരു മുറിയുണ്ട്. ഭഗവാൻ അവിടെ കിടന്നാണ് നിർവ്വാണം പ്രാപിച്ചത്. ആ മുറിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പാത്രങ്ങൾ ഇങ്ങനെ കാണാം. പാത്രങ്ങൾ, വാക്കിംഗ് സ്റ്റിക്കുകൾ, പല പാത്രങ്ങൾ, ഈ ചിരട്ട കൊണ്ടുണ്ടാക്കിയ ഭസ്മം വയ്ക്കുന്ന, കുങ്കുമം വയ്ക്കുന്ന പാത്രം, അതുപോലെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടുള്ള കമണ്ടലം ഉണ്ടാക്കിയത്, മരം കൊണ്ടുള്ളത്, പല സാധനങ്ങൾ കാണാം.
അപ്പം നിങ്ങളുടെ ചിന്തയിൽ നോക്കുമ്പോൾ വിചാരിക്കും വളരെ വില കൊടുത്ത് വാങ്ങിയ ആൻറ്റീക്ക് പീസസ് ആയിരിക്കും എന്ന് വിചാരിക്കും. അത്ര ഭംഗിയാണ്. ഇന്നൊക്കെ അത് വിൽപ്പനയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിനും ഒരു 10,000-20,000 രൂപ കൊടുത്താലേ അത് വാങ്ങാൻ പറ്റും. അത്രയും വൃത്തിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ എന്താണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നത് അറിയോ? ഭഗവാൻ അവിടെ തിരുവണ്ണാമലയിൽ വന്ന കാലം മുതൽ ഭഗവാൻ ചിരട്ടയെടുത്തിട്ട് മിനുസപ്പെടുത്തി സ്വയം തന്നെ ചെയ്ത് സ്വന്തം കൈകൊണ്ട് ഭഗവാൻ ഉണ്ടാക്കിയതാണ് ആ കാണുന്നത് അധികവും. അപ്പോൾ ഒരു പൂർണ്ണമായി ജ്ഞാനത്തിലിരിക്കുന്ന മഹാത്മാവിന് ഞാൻ അതാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. പക്ഷെ ഭഗവാൻ അങ്ങനെ ആയിരുന്നില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഏറ്റവും ഭംഗിയായി ഏറ്റവും ശ്രദ്ധയോടെ ചെയ്യുന്ന ഒരാളാണ്. അതൊന്നും ആർക്കും കേൾക്കണ്ട. ഞാൻ മഹർഷിയുടെ ഒട്ടുമിക്ക പുസ്തകങ്ങളും രാമണാശ്രമം പ്രസിദ്ധീകരിക്കുന്ന ഒട്ടുമിക്ക തമിഴ്, സംസ്കൃതം, മലയാളം, ഇംഗ്ലീഷ് എല്ലാം വായിച്ചിട്ടുണ്ട്. എല്ലാം തുറന്ന് എനിക്ക് പറയാൻ പറ്റും, എല്ലാം വായിച്ചിട്ടുണ്ട് എന്ന അഭിമാനം എനിക്കുണ്ടായിരുന്നു. ആ സമയത്ത് ടി വിയിൽ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ഒരു സത്സംഗം നടക്കുന്നു. 5 മിനിറ്റ് ഒരു അമ്മയുടെ ഒരു സന്ദേശം ഒരു പരിപാടിയിൽ. അപ്പോൾ അമ്മ സംസാരിക്കുന്നിടയിൽ അമ്മ പറയുകയാണ്, മക്കളെ, ആശ്രമത്തിൽ പലരും മക്കൾ രമണ മഹർഷിയുടെ പുസ്തകം വായിച്ചിട്ട് ആത്മവിചാരം മതി, ഈ ചെറിയ ചെറിയ കാര്യമൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തള്ളുന്നത് കാണാം. പക്ഷെ മക്കളൊന്ന് മനസ്സിലാക്കണം, ഒരു ജോലിയും ചെയ്യാതെ നടന്നവൻ ആഹാരം കഴിക്കാനിരുന്നപ്പോൾ അവൻ്റെ പ്ലേറ്റ് പിടിച്ചു വാങ്ങി ഇറക്കി വിട്ടവനാണ് മഹർഷി എന്ന് മറക്കരുതെന്ന്. ഇപ്പം ഞാൻ വെച്ചത് എവിടുത്തെ കഥയാണ്? ഇങ്ങനൊരു കഥ ഇല്ലല്ലോ, ഇങ്ങനെ ഞാൻ എവിടെയും വായിച്ചിട്ടില്ല. അമ്മ ഉണ്ടാക്കി പറയുകയാണോ എന്ന് പോലും എൻ്റെ വൃത്തികെട്ട മനസ്സിൽ, എൻ്റെ നല്ലതല്ലാത്ത മനസ്സിൽ അതുപോലും തോന്നിപ്പോയി. ഗുരുവിനെ ഒരിക്കലും സംശയിക്കരുതെന്നാണ്. പക്ഷെ എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് തോന്നി. എന്താ അമ്മ ഇങ്ങനെ പറയുന്നത്? അങ്ങനെയൊന്നും മഹർഷി എവിടെയും ചെയ്തിട്ടില്ലല്ലോ, മഹർഷി അങ്ങനെ ദേഷ്യപ്പെടുന്ന ആളല്ലല്ലോ ആരോടും എന്നൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ആ ഒരു അമ്മ ഇത്രയും കാലം മഹർഷിയുടെ എത്രയോ കാലമായിട്ട് മഹർഷിയുടെ പുസ്തകം വായിക്കുകയും രമണാശ്രമത്തിൽ സ്ഥിരമായി പോവുകയും ചെയ്യുന്ന എനിക്കിത് അത്ഭുതമായിരുന്നു. 24 മണിക്കൂറും ഭക്തന്മാരുടെ ഇടയിൽ ഇങ്ങനെ ജീവിക്കുന്ന അമ്മ പുസ്തകം വായിക്കാറ് പോലുമില്ല. പക്ഷെ അമ്മ പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. അപ്പം ഞാൻ പിന്നെ അമ്മയുടെ അടുത്ത് അത് കഴിഞ്ഞ് ഒരു 6 മാസത്തിനുള്ളിലാണ് പോകുന്നത്. അപ്പോൾ ഈ സംശയം എൻ്റെ മനസ്സിനുള്ളിനുള്ളിൽ കടന്നിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, അമ്മ അങ്ങനെ ഒരു മഹർഷിയുടെ പറ്റി ഒരു കാര്യം പറഞ്ഞല്ലോ, അമ്മ ഇങ്ങനെ മോനെ അങ്ങനെ പറഞ്ഞു. അതുമാത്രമല്ല മോനെ, മഹർഷിയുടെ അമ്മയെ അവിടെ അകത്ത് കടത്താത്ത മഹർഷി, അപ്പോൾ മഹാത്മാക്കൾക്ക് ഒന്നിനോടും ബന്ധമില്ലെന്നാണ് നമ്മുടെ ചിന്ത. മഹർഷിയുടെ അമ്മയോട് പറയണം, മഹർഷിയുടെ അമ്മയെ പിന്നെ സ്കന്ധാശ്രമത്തിൽ കിടത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അതുവരെ മിണ്ടാതിരുന്ന ഭഗവാൻ വാ അമ്മയെ നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ അമ്മയുടെ കൈയും പിടിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയ ആളാണ്. അത് മോൻ അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ അതെനിക്കറിയില്ലായിരുന്നു. നമ്മൾ ശ്രദ്ധിക്കാത്ത ചെറിയതായ എന്നാൽ വലിയതായ കാര്യങ്ങൾ ഒരുപാടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ എനിക്ക് എൻ്റെ അത്ഭുതം ഇപ്പോഴും തീരുന്നില്ല. അമ്മ ഇതെപ്പോൾ വായിച്ചു? അമ്മയ്ക്ക് അങ്ങനെ സമയമൊന്നുമില്ല. അങ്ങനെ 24 മണിക്കൂറും ബിസിയായ ഒരാളാണ് അമ്മ. അപ്പോൾ ഞാനിങ്ങനെ അമ്മയോട് ചോദിച്ചു, അമ്മ ഇങ്ങനെ പറഞ്ഞല്ലോ പ്ലേറ്റ് എടുത്ത് മാറ്റി ദേഷ്യം പിടിച്ചിട്ടെന്ന് പറഞ്ഞു. ഉണ്ടായി മോൻ ശരിക്ക് വായിക്കുന്നു, ഒറ്റ വാക്കാ പറഞ്ഞു, മോൻ ശരിക്ക് വായിക്കുക എന്ന് പറഞ്ഞപ്പോൾ അതിലൊരു ശരിക്ക് എന്നുള്ളതിലാണ് ഈ പറഞ്ഞ ഈ സാധനം. ഇത് ട്രൈഫിൾസ് മേക്ക് പെർഫെക്ഷൻ, ബട്ട് പെർഫെക്ഷൻ ഇസ് നോ ട്രൈഫിൾ. വി മസ്റ്റ് അറ്റൻഡ് ടു ദ സ്മോളസ്റ്റ് ഡീറ്റെയിൽസ്. ചെറിയ ഡീറ്റെയിൽസ് ശ്രദ്ധിക്കണം. അങ്ങനെ ഇത് കേട്ടാൽ അത്ഭുതം. നമ്മൾ പലപ്പോഴും നമ്മൾ വായിച്ചു എന്ന് കരുതുന്നത്, നമ്മൾ കേട്ടു എന്ന് കരുതുന്നത്, നമ്മൾ പഠിച്ചു എന്ന് കരുതുന്നത് ശരിക്കും നമ്മൾ പഠിച്ചിട്ടില്ല. ഓൺ എ റീവിസിറ്റ് യു വിൽ ഫൈൻഡ് ഔട്ട് സോ മെനി മിസ്റ്റേക്സ് ദാറ്റ് യു ഹാവ് മെയ്ഡ്. അങ്ങനെ ഞാൻ വീണ്ടും ഒരു പുസ്തകം എടുത്ത് വായിച്ചപ്പോൾ അത്ഭുതം. അതിൻ്റെയൊക്കെ രസം എന്താ വെച്ചാൽ ഇതൊന്നും ശ്രമം എടുത്ത് ചെയ്യുന്ന കാര്യമല്ല. അമ്മയുടെ അടുത്ത് പോയി വന്ന ഉടനെ ഞാൻ ആദ്യം വീട്ടിൻ്റെ ലൈബ്രറിയിൽ കണ്ട രമണ മഹർഷിയുടെ പുസ്തകം എടുക്കുന്നു, തുറന്ന ഉടനെ കാണുന്നത് ഈ കഥയാണ്. അതായത് ഒരു ബ്രാഹ്മണ യുവാവ് രമണാശ്രമത്തിൽ ഭഗവാനെ കാണാൻ വേണ്ടി വന്നു. 3 ദിവസമായിട്ട് അവിടെ ഉണ്ട് അയാളാണെങ്കിൽ ഈ ആത്മവിചാരമാണല്ലോ ഭഗവാന്റെ പാത. അപ്പോൾ മൂപ്പരൊന്ന് ശരിപ്പെടുത്തിയത്, മൂപ്പർ അവിടെ ഇരുന്നിട്ട് ഫുൾ ടൈം മെഡിറ്റേഷനാണ്, ആത്മവിചാരമാണ്. കുളിക്കുന്നു, കൃത്യമായി ഊണ് കഴിക്കുന്നു, ആത്മവിചാരം, കുളിക്കുന്നു, ഊണ് കഴിക്കുന്നു, ആത്മവിചാരം, ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ രമണാശ്രമത്തിലാണെങ്കിലും അന്നും ഇന്നും ഒരുപാട് ജോലിയുണ്ട്. ഞാനൊക്കെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റുമെന്ന് നോക്കുകയാണ് ചെയ്യുക. അത് അമ്മയിൽ നിന്ന് കിട്ടിയ ട്രെയിനിങ്ങാണ്. നമ്മൾ ഈ പുസ്തകം വായിച്ചിട്ട് ആത്മവിചാരം ചെയ്യുന്നതൊക്കെ മണ്ടത്തരമാണ് ശരിക്കും. അതൊക്കെ ആത്മവിചാരമൊന്നും ചെയ്യാണ്ട് തന്നെ സദ്ഗുരുവിൻ്റെ കൃപയുണ്ടെങ്കിൽ ടക്കെന്ന് സംഭവിക്കുന്ന കാര്യമാണ്. നമ്മുടെ ശ്രമം കൊണ്ട് അത് തള്ളി ദൂരേക്ക് നീക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത് എന്താ വായിച്ചതെന്ന് വെച്ചാൽ, ഒരു ബ്രാഹ്മണ പയ്യൻ അവിടെ വന്നിട്ട് വേദം കേൾക്കും, പിന്നെ നന്നായി സുഖമായി ഊണ് കഴിക്കും, ആത്മവിചാരം.
ആത്മവിചാരം. അങ്ങനെ 3-ാമത്തെ ദിവസമായപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ നേരത്ത് ഇയാളും ഇരുന്നപ്പോൾ ഈ പാത്രത്തിലാണെന്ന് തോന്നുന്നു അന്ന് കൊടുത്തത്. പാത്രമാണോ ഇലയാണെന്ന് തോന്നുന്നു, അമ്മ പറഞ്ഞ പാത്രം എന്നാണ്. അയാൾ ഇരുന്നപ്പോൾ ഭഗവാൻ അങ്ങോട്ട് വന്നിട്ട് ഇരുന്നു. ഭഗവാൻ ഇയാളെ രൂക്ഷമായിട്ട്, ആ പുസ്തകത്തിലുണ്ടത്, രൂക്ഷമായിട്ട് നോക്കിയിട്ട് പറഞ്ഞു, അവൻ്റെ ഇല എടുത്ത് മാറ്റി, അവനെ പുറത്തിറക്കി വിടുന്നു പറഞ്ഞു. അവൻ്റെ ഇല എടുത്ത് മാറ്റി, അവനെ പുറത്തേക്ക് ഇറക്കി വിടുന്നു പറഞ്ഞു. അയാൾ ആ പയ്യൻ ഞെട്ടി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഭഗവാൻ പറയാണ്, ഞാൻ 3 ദിവസം നിന്നെ നോക്കുകയാണ്, ഒരു ജോലിയും ചെയ്യാതെ ഊണ് കഴിക്കുന്നത്. അങ്ങനെ ഭഗവാൻ അങ്ങനെ പറയും നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, നന്നായി കഷ്ടപ്പെട്ട് അവനവൻ്റെ ഈഗോയെ അടക്കാനാണ് ഈ ശ്രമം, ഭഗവാന്റെ ഈഗോ അടക്കാനല്ല. ഇപ്പം നമ്മുടെ ഈഗോ അടക്കാൻ എന്താ വഴി? നന്നായി ജോലി ചെയ്യണം, ചെറിയ കാര്യം ശ്രദ്ധിക്കണം. ചെരുപ്പടുക്കി വെക്കുന്നത്, അമ്മയുടെ ശിഷ്യനായ പരമാത്മാനന്ദപുരി സ്വാമി ഓൺ ദ റോഡ് ടു ഫ്രീഡം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ജപ്പാനിൽ ആദ്യം പോയത് ജപ്പാനിലാണ്. ജപ്പാനിലൊരു മൊനാസ്ട്രിയിൽ പോയിട്ട് അവിടെ എടുക്കും അദ്ദേഹത്തിന് അറിയാൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ അവിടുത്തെ ഗുരുവിൻ്റെ പ്രത്യേകത, ഒരു 6-7 പേര് അടങ്ങിയ സംഘമാണ് ചെന്നത്. എല്ലാവരും പുറത്ത് ചെരുപ്പ് അഴിച്ച് വെച്ച് അകത്ത് കയറി കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, ഒന്നിരിക്കണം, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. ഗുരു പുറത്തേക്ക് പോയി പുറത്തൊന്ന് ഒബ്സർവ് ചെയ്ത് ദേശീയ കയറി വന്നിട്ട് പറഞ്ഞു, എല്ലാ 7 പേരോടും പുറത്തേക്ക് വരാൻ പറഞ്ഞു. അതിൽ ഓരോരുത്തർ ചെരുപ്പിടാൻ പറഞ്ഞു. അപ്പോൾ ഓരോരുത്തർ പോയി അവരുടെ ചെരുപ്പ് ഇങ്ങനെ ഇടുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പരമാത്മാനന്ദപുരി സ്വാമി അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് കൃത്യമായി അടുക്കിയാണ് വെച്ചിരുന്നത്, നേരെ വൃത്തിയായിട്ട് അടുക്കിയാണ് വെച്ചിരുന്നത്. അപ്പോൾ ആ ചെരുപ്പിട്ടപ്പോൾ പറഞ്ഞു, നിനക്ക് ഇവിടെ ചേരാമെന്ന് പറഞ്ഞു, മറ്റുള്ളവരൊന്നും ചേരേണ്ട, പോയിക്കോളാൻ പറഞ്ഞു. അതായത് ധ്യാനമെന്ന പൂർണ്ണത നിങ്ങളിൽ ഉണ്ടാവണമെങ്കിൽ ചെരുപ്പ് അടുക്കി വെക്കുന്നതിലുള്ള വൃത്തിയും ശ്രദ്ധയും ഉണ്ടാവണം. ഓരോ കാര്യത്തിലുള്ള പെർഫെക്ഷൻ ഉണ്ടാവണം. അതിന് ആ ചെറിയ കാര്യങ്ങൾ ശരിയാക്കി എടുക്കാനാണ് ഈ മലവിസർജനം ചെയ്യുന്ന സമയത്തെ കാര്യം പോലും ഞാൻ പറയാൻ കാരണം. അതെല്ലാം ശരിയായാലേ ടോട്ടലി നിങ്ങൾ പൂർണ്ണമാവൂ എന്നുള്ളതാണ്. ഇന്നത്തെ മന്ത്രത്തിലേക്ക് കടക്കാം. ധ്യായന്തി യേ വിഷ്ണുമനന്തമവ്യയം ഹൃത്പത്മമധ്യേ സതതം വ്യവസ്ഥിതം സമാശ്രിതാനാം സകലാഭയപ്രദം തേ യാന്തി സിദ്ധിം പരമാം ച വൈഷ്ണവീം. ഇത് തന്നെയാണ് തോന്നുന്നു, തുടർന്നിടത്ത് കിട്ടിയത് വായിച്ചാണ്. നമാമി പാരായണ ശ്രീനാഥൻ, അത് തന്നെ കറക്റ്റ്. ധ്യായന്തി യേ വിഷ്ണുമനന്തമവ്യയം ഹൃത്പത്മമധ്യേ സതതം വ്യവസ്ഥിതം സമാശ്രിതാനാം സകലാഭയപ്രദം തേ യാന്തി സിദ്ധിം പരമാം ച വൈഷ്ണവീം. അനന്തമായി, അന്തമില്ലാത്ത, അറ്റമില്ലാത്ത, അവസാനമില്ലാത്തതായ, അവ്യയമായ, നാശമില്ലാത്തതായ ഹൃദയത്തിൻ്റെ ഹൃത്പത്മമധ്യ, ഹൃദയമാകുന്ന താമരപ്പൂവിൻ്റെ നടുവിലിരിക്കുന്നവനും എപ്പോഴും ഇരിക്കുന്നവനും ഏകാഗ്രതയുള്ള ഭക്തം സമാഹിതാനാം, അതായത് സമാഹിതം എന്ന് പറഞ്ഞാൽ ഈ ഇന്ദ്രിയങ്ങളുടെ ഇളക്കത്തെയൊക്കെ അടക്കി ഒതുക്കി മനസ്സിനെ ഏകാഗ്രതപ്പെടുത്തിയ ഭക്തൻ സമാഹിതൻ. അങ്ങനെയുള്ള സമാഹിതന്മാർക്ക് സതതാഭയപ്രദം, എപ്പോഴും അഭയം നൽകുന്നവനും ആയ വിഷ്ണുവിനെ ഏതൊരു ചിലരാണോ ധ്യാനിക്കുന്നത് അവർ ഏറ്റവും ഉത്കൃഷ്ടമായ വൈഷ്ണവമായ സിദ്ധി എന്ന് പറഞ്ഞാൽ ഈ പെർഫെക്ഷനാണ്. സിദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? പെർഫെക്ഷൻ എന്നാണ് അർത്ഥം. വൈഷ്ണവമായ ഈ സിദ്ധിയെ, ഈ പെർഫെക്ഷനെ, ഈ പൂർണ്ണതയെ പ്രാപിക്കുന്നു. ഇപ്പോൾ ചിലർക്ക് ധ്യാനിക്കുമ്പോൾ ഏകാഗ്രത കിട്ടില്ല. ശ്രീരാമകൃഷ്ണ വചനാമൃതം വായിക്കാൻ ഞാൻ പറയാറുണ്ട്. ശ്രീരാമകൃഷ്ണ ലീലാമൃതം അത് വായിച്ചിട്ട് അതൊരു 3 ആവർത്തി വായിച്ച ശേഷമേ രമണ മഹർഷിയും മറ്റ് മഹാത്മാക്കളും വായിക്കപ്പെടാവൂ എന്ന് ഞാൻ പറയാൻ കാരണം, ഇല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരനെ പോലെ മഹർഷി അങ്ങ് തെറ്റിദ്ധരിച്ച് ഇതാണ് മഹർഷി എന്നങ്ങ് പറഞ്ഞു കളയും. ഒരിക്കലും പാടില്ല. വളരെ ശ്രദ്ധിക്കണം. അത് MBBS പാസ്സാവാതെ ഡോക്ടറാവുന്ന പോലാണ്. ഇന്നലെ പത്രത്തിൽ കണ്ടു, 10ാം ക്ലാസ് തോറ്റ ഒരു പയ്യൻ, കൊച്ചിയിലെ ഒരു ബംഗാളി പയ്യൻ കുറേ കാലമായിട്ട് പൈൽസിൻ്റെ ക്ലിനിക്ക് നടത്തണത്ര. എത്ര പേരുടെ ജീവിതം എന്തായെന്ന് ആർക്കറിയാം. അപ്പോൾ അതുപോലെയാണ് ഈ പറഞ്ഞ പുസ്തകം വായിച്ചിട്ട് മഹർഷി വിലയിരുത്തുമ്പോൾ. ശരിക്കും മഹർഷി അങ്ങനെയല്ല, വളരെ വളരെ എന്താ പറയുക, പ്രാക്ടിക്കലായിട്ടുള്ളൊരു മഹാത്മാവാണ്. എല്ലാ മഹാത്മാക്കളും അങ്ങനെയാണ്. മഹാത്മാക്കളാണെങ്കിൽ അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഭഗവാൻ രാമകൃഷ്ണ പരമഹംസർ ഒരിക്കൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കുറേ നേരം ജപിച്ചിട്ടും ധ്യാനിച്ചിട്ടും നിങ്ങൾക്ക് ഏകാഗ്രത ഉണ്ടാവുന്നില്ലെങ്കിൽ നിങ്ങൾ ധ്യാനിക്കേണ്ട വിധമുണ്ട്. ഇന്നത് ഞാൻ പറഞ്ഞു തരാം. ഞാനത് ഭഗവാൻ രമണ മഹർഷിയിൽ നിന്നല്ല, രാമകൃഷ്ണ പരമഹംസദേവൻ്റെ പുസ്തകത്തിൽ നിന്നാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ആ ബേസിക്സ് അവിടെ ശരിയാവണം. രാമകൃഷ്ണദേവൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ജപിക്കാനിരുന്നിട്ട് ധ്യാനിക്കാനിരുന്നിട്ട് നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നില്ലേ, ഏകാഗ്രത കിട്ടുന്നില്ലേ, ഒരു വഴി പറഞ്ഞു തരാം. എന്താണ്? ഇടത്തെ കൈയുടെ മേലെ, ഇടത്തെ കൈ നെഞ്ചിൻ്റെ അവിടെ ചേർത്ത് വയ്ക്കുക.
വലത്തേ കൈ ഇതിന് മേലെ വയ്ക്കുക. ഇടത്തെ കൈക്ക് മേലെ വലത്തെ കൈ വെച്ചിട്ട് നട്ടൽ നിവർന്ന് കണ്ണടച്ചിരുന്ന് ധ്യാനിച്ച് നോക്കൂ. തീർച്ചയായിട്ടും ഏകാഗ്രത കിട്ടും എന്നാണ്. ഇത് ഞാൻ ആദ്യം വിചാരിച്ചു ഇതെന്ത് പൊട്ടത്തരാണ്. ഇപ്പോൾ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. വായിച്ചത് രാമകൃഷ്ണദേവൻ്റെ പുസ്തകത്തിൽ ഇത് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതെന്ത് തരം പൊട്ടത്തരാണ് ഈ പറയുന്നത്, ഇതൊക്കെ വിഡ്ഢിത്തരല്ലേ, അതെങ്ങനെയാണ് പെട്ടെന്ന് കൈ വെക്കുമ്പോഴേക്ക് ധ്യാനം ശരിയാവുമെന്ന് ചോദിച്ചാൽ ഒരു കാര്യം ഞാൻ പറയാം. ഹൃദയകമലത്തിൽ ഇഷ്ടദേവതയെ ധ്യാനിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ അങ്ങനെ ധ്യാനിച്ചാൽ പെട്ടെന്ന് മനസ്സടങ്ങും. ഇതെനിക്ക് സിദ്ധമായ കാര്യമാണ്. അതായത് ഇടത്തെ കൈ നെഞ്ചോട് ഉയർത്തി വയ്ക്കുക, കൈ മുട്ടും ഉയർത്തി വയ്ക്കുക, വലത്തെ കൈയും മുട്ടും ഉയർത്തി വയ്ക്കുക, അതിൻ്റെ മേലെ വയ്ക്കുക. എന്നിട്ട് അത് ഹൃത്പത്മമാണെന്ന് സങ്കല്പിച്ച് അതിൽ ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി നിൽക്കുന്നു ഇരിക്കുന്നു സങ്കല്പിച്ച് ജപിച്ച് നോക്കൂ. വളരെ ദീർഘനേരം ഏകാഗ്രമായി ജപിക്കാൻ സാധിക്കും. Place your left forearm and left palm, especially at the chest level, heart level. Place the right palm on it and then meditate on your beloved deity. You will get concentration for enough time, for time that is needed for you. And this is Sri Ramakrishna Paramahamsa's teachings. It is not mine. സോ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞതും അത് തന്നെ എന്തോ ഒരുപോലെ കോയിൻസൈഡ് ചെയ്തു. അതാണ് പറഞ്ഞത്. അതായത് ഈശ്വരൻ ഹൃദയത്തിൽ ജീവിക്കുന്നു, ഈശ്വരൻ ഹൃദയത്തിൽ ഉണ്ട് എന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ രമണ മഹർഷി തന്നെ പറയുന്നുണ്ട്, ഹൃദയ കുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ഹ്യഹ മഹമിതി സാക്ഷാദാത്മരൂപേണ ഭാതി. ഹൃദയത്തിനകത്ത്, ഹൃദയ ഗുഹയ്ക്കകത്ത് സാക്ഷാൽ പരമാത്മാവ് കുടികൊള്ളുന്നു. അത് തന്നെ ഭഗവാൻ ഇവിടെ പറയുന്നു. വിഷ്ണു എവിടെ കുടികൊള്ളുന്നു? ഹൃത്പത്മ മധ്യേ, ഹൃദയപത്മത്തിനുള്ളിൽ മധ്യത്തിൽ ഭഗവാൻ വിഷ്ണു കുടികൊള്ളുന്നു എന്ന് പറയുന്നു. അടുത്തത് നോക്കാം. ക്ഷീരസാഗര തരംഗശീകര സാരതാരകിത ചാരുമൂർത്തയേ ഭോഗി ഭോഗ ശയനീയ ശായിനേ മാധവായ മധുവിദ്വിഷേ നമഃ. ക്ഷീരസാഗര തരംഗശീകര സാരതാരകിത ചാരുമൂർത്തയേ ഭോഗി ഭോഗ ശയനീയ ശായിനേ മാധവായ മധുവിദ്വിഷേ നമഃ. പാൽക്കടലിൽ തിരമാലകളുണ്ട്, അതിൻ്റെ വെള്ളത്തുള്ളികൾ തട്ടി രോമാഞ്ചം പൂണ്ടിട്ടുള്ള മനോഹരമായ ശരീരത്തോടു കൂടിയവൻ, അനന്തനാകുന്ന നാഗത്തിനു മേലെ ശയിക്കുന്നവൻ, മധുവെന്ന അസുരനെ കൊന്നവൻ, സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ പതിയുമായിട്ടുള്ള വിഷ്ണുവിന് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് 39ാമത്തെ ശ്ലോകം അവസാനിക്കുകയാണ്. അപ്പം എല്ലാവരും ഇനി ജപിക്കാനിരിക്കുമ്പോൾ ലഘുപ്രാണായാമം നാഡീശുദ്ധി പറഞ്ഞുവല്ലോ, അത് ചെയ്ത ശേഷം ഇഷ്ടമൂർത്തിയെ ഹൃദയത്തിൽ ഇങ്ങനെ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ പ്രകാരം ധ്യാനിച്ചു നോക്കൂ. ശരിയായ ഉൾക്കാഴ്ചയോടെ ധ്യാനിക്കാൻ പറ്റും. വളരെ ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ വള്ളിക്കാവൽ അമ്മ മാതാമൃതാനന്ദമയി ദേവി പറഞ്ഞില്ലേ, എനിക്കങ്ങനെ രമണ മഹർഷി, എൻ്റെ വിചാരം ഞാൻ രമണ മഹർഷിയെ പറ്റി ഒരു പണ്ഡിതനാണെന്നായിരുന്നു. അമ്മ 1-2 കൊട്ടിലൂടെ അതങ്ങ് തിരുത്തി കളഞ്ഞു. കാരണം നമ്മൾ കാണേണ്ടതല്ല കാണുന്നത്, കേൾക്കേണ്ടതല്ല കേൾക്കുന്നത്, നമ്മുടെ ശ്രദ്ധയിൽ പെടേണ്ടതല്ല പെടുന്നത്. നമ്മൾ വായിച്ചു എന്ന് കരുതുമെങ്കിലും നമ്മൾ നമ്മൾ വായിച്ചിട്ടുണ്ടാവില്ല. അതാണ് കാര്യം. അത് വളരെ ശ്രദ്ധിക്കണം. എപ്പോഴും ആ ഈശ്വരനാമത്തെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവർക്ക് വലിയ തെറ്റൊന്നും പറ്റില്ല. സദ്ഗുരു ഉണ്ടായിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു ബോധോദയം നേടിയ മഹാപുരുഷൻ നമ്മുടെ കൂടെ, അമ്മയെപ്പോലെ ഒരു സദ്ഗുരു നമുക്കില്ലെങ്കിൽ ഒരുപാട് അപകടങ്ങളിൽ പോയി ചാടും എന്നുള്ളത് പ്രത്യേകം പറയേണ്ടതില്ല. ഇന്നത്തെ ദിവസം നമ്മൾ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ധ്യാനത്തിൻ്റെ ടിപ്പാണ് നമ്മൾ പഠിച്ചത്. ശ്രീരാമകൃഷ്ണദേവൻ്റെ വാക്കുകളാണ്. കൈ നെഞ്ചോട് ചേർത്ത് വെച്ച് ഇടത് കൈയുടെ മേലെ വലത് കൈയുടെ പാം വെച്ച് അവിടെ അത് ഹൃദയപത്മമാണെന്ന് കരുതി അതിൽ ഭഗവാനെ ഭഗവതിയെ ധ്യാനിച്ച് ദീർഘനേരം തന്നെ മറന്ന് ഭഗവത് സ്വരൂപം മാത്രമായിരിക്കാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹര നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ്.